ദീപി ഞാൻ അങ്ങനെ വായിക്കാറില്ല. എന്ന് വെച്ചാൽ വായിക്കാൻ കൊള്ളുന്ന പത്രമല്ലല്ലോ, ഞാൻ വായിക്കാറില്ല. ദീപി വായിക്കാറില്ലെന്ന് മാത്രമല്ല, അത് പല മാറി മറിച്ച് ഇപ്പോൾ ഈ ആരുടെ കൂട്ടത്തിലായിരിക്കുന്നത് ഏതോ ഒരു അച്ഛൻ്റെ പേര് കേൾക്കണമെന്നല്ല, വിശ്വസിക്കാൻ കൊള്ളാവുന്ന പത്രമല്ലത്. അദ്ദേഹം പറയാം, എപ്പോഴും പറയാറില്ല അല്ല, പിതാവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിതാവ് മാത്രമല്ല, ലവ് ജിഹാദ് ഉണ്ടെന്നുള്ള ആർക്ക് സംശയമില്ലല്ലോ. ഈ അതായത് സുപ്രീം കോടതി പറഞ്ഞെന്നാണ് പറയുന്നത്, പേടിപ്പിക്കുന്നത്. സുപ്രീം കോടതി എന്താ ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു വാക്ക് ഡിക്ഷണറിയിൽ ഇല്ലെന്നാണ് പറഞ്ഞത്. അത് ശരിയാ. ലവ് ജിഹാദ് എന്താ? ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും തീവ്രവാദികളുടെയും ഉൾപ്പെടെ ഉള്ള SDPകൾ ഉൾപ്പെടെയുള്ള തീവ്രവാദികൾ പ്രേമം അഭിനയിച്ച് തട്ടിക്കൊണ്ടുപോയി, മാതാപിതാക്കളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി, ഒരാഴ്ച ഭാര്യ ഭർത്താവിനെ പോലെ ജീവിച്ച്, അത് കഴിഞ്ഞ് കോഴിക്കോട് ഒരു വലിയ ഗൂഢസംഘത്തെ കൊടുത്ത് അവിടെ നിന്ന് 5-6 കളവന്മാരുടെ ബലാത്സംഗത്തിന് ഇരയായി സിറിയയിലേക്ക് കടത്തി സിറിയയിൽ തീവ്രവാദികളുടെ ഉപകരണമായി മാറുന്നു. അതാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അതല്ലാതെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ അർത്ഥം ഇത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുക. 500 മുകളിൽ ആളുകളാണ് നമ്മുടെ കേരളത്തിൽ നഷ്ടപ്പെട്ടുള്ളത്. നിഷേധിക്കട്ടെ, 500 മുകളിൽ 40 കുട്ടികളെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ തന്നെ കോഴിക്കോട്ട് അവരുടെ സമ്മേളനത്തിൽ ബലമായിട്ട് കയറിയവന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇല്ലാതെ പറയാല്ല ഞാനൊന്നും. അവരുടെ ബോധ്യത്തോടെ ഞാൻ പറയുന്നു. അച്ഛൻ്റെ ആഗ്രഹം, അച്ഛൻ്റെ ഞാൻ അഭിപ്രായക്കാരനാണ്. കത്തോലിക്കൻ്റെ പേര് പറഞ്ഞൊന്നും ആരും എന്നേടാനെ എരയോ വിഷം കുത്തിവെക്കാൻ അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും വിഷം കുത്തിവെച്ചു വേണം. അച്ഛനിങ്ങനെ പാവം അച്ഛനല്ലേ, പാവമാനം കുത്തിവെച്ചു വല്ലതും വിഷമിച്ചു കാണോ അച്ഛന്? അതുകൊണ്ട് ആര് പോയിട്ടില്ല അന്ന്? പ്രധാനമന്ത്രിയോ? ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ മണിപ്പൂരിൽ പ്രശ്നമുണ്ടല്ലോ. ജവഹർലാൽ നെഹ്റു പോയിട്ടുണ്ടോ? എന്തിനിങ്ങേറ്റം ഇന്ദിരാഗാന്ധി പോയിട്ടുണ്ടോ? ഇന്ദിരാജി എല്ലാത്തിനും പോകുന്ന ആളാണല്ലോ. പിന്നെ മോദിയെ മാത്രം പറയുന്നത്. പക്ഷേ 200 പള്ളിയല്ല, തെറ്റുപറ്റി, ഞാൻ കറക്റ്റ് കണക്ക് പറയാം. 274 പള്ളികൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. കൊക്കികളും മൈതേയികളും. അതിൽ ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദുവുണ്ട്. രണ്ടിടത്തും ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദുവുണ്ട്. കുക്കികൾ മുഴുവൻ വനവാസികളാണ്, മറ്റ് പട്ടണവാസികൾ. മനസ്സിലാക്കിക്കൂ, 274 പള്ളി തകർത്തുകത്തിൽ വലിയ വിഷമമുണ്ട്. ഇവിടെ ഈ പറയുന്ന നാണംകെട്ട ദീപികയ്ക്കൊക്കെ വലിയ വിഷമമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, 300 ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ മിണ്ടാത്ത ഈ നാണംകെട്ട പത്രം അവനൊന്ന് എഴുതണ്ടേ? സത്യം പത്രധർമ്മം എന്ന് പറഞ്ഞാൽ സത്യം പറയുന്നതല്ലേ, അതല്ലേ മാന്യത. 274 ക്രിസ്ത്യാനിയുടെ പള്ളി തകർത്തിട്ടുണ്ട്, സത്യമാണ്. പക്ഷെ 300 ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർത്തല്ലോ, എന്താ മിണ്ടാത്തത്? മിണ്ടി അവിടെ മണിപ്പൂർ ആരാണ് മണിപ്പൂർ? ഞാൻ ചോദിക്കട്ടെ, മണിപ്പൂർ പറയുന്ന മാന്യന്മാരോട് ചോദ്യം കൊണ്ടുണ്ടെങ്കിൽ ഇവിടെ പൂഞ്ഞാർ വലിയ നമ്മുടെ ഫൊറോന പള്ളിയാണ്. ആ പള്ളിയിൽ ഒരു വൈദികനെ 27 പിള്ളേർ കൂടി, പിള്ളേരെന്തെന്നെ പറയുന്നത്, മുസ്ലിം പിള്ളേരാ മുഴുവൻ, വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ച അച്ഛൻ ആശുപത്രി കിടന്നു. 4-5 ദിവസം ആശുപത്രി കിടന്നു. ഞാൻ പോയി കണ്ടയാളാണ്. 307 കേസെടുത്തു. ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ലല്ലോ, അച്ഛൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 307 കേസെടുത്തു. ഇപ്പം ആ കേസ് എന്ത് ചെയ്യും പറയട്ടെ? ഈ മണിപ്പൂർ പറയുന്ന അച്ഛനോട് ചോദിക്കാം, ആ കേസ് എന്ത് ചെയ്യുന്നു ചോദിക്കണം കേട്ടോ. പറയട്ടെ, മണിപ്പൂർ വിഷയമാണ്. പ്രധാനമന്ത്രി ഭവൻ നമ്മളാണെന്ന് വെച്ചു. ഞാനൊരു കാര്യം പറഞ്ഞ് ഇടയ്ക്ക് കയറി വഴക്കുണ്ടാക്കുന്നത് ശരിയാണോ? ഞാൻ ഒന്ന് പറഞ്ഞു നിർത്തിയിട്ട് ഷാലു പറഞ്ഞതിന് ഇപ്പം ഞാൻ പറയാൻ പോവാ. ഷാലു നിൽക്ക്, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടെ മണിപ്പൂർ വികാരം പറയുമ്പോൾ, ഇത്ര അകലെ കിടക്കുന്ന മണിപ്പൂരിനെ പറ്റി വികാരം പറയുമ്പോൾ, ഈ തൊട്ടടുത്തടുത്ത് പൂഞ്ഞാലിലെ പാവപ്പെട്ട ക്രിസ്ത്യാനിയുടെ അച്ഛൻ്റെ അടി കിട്ടിയാലും പറയണ്ടേ? ആ 307 കേസ് എടുത്തിട്ട് എന്തുകൊണ്ട് ഇവിടെ വെച്ച് തീർത്ത് കളഞ്ഞു? ആ അച്ഛൻ പാവം കരഞ്ഞോണ്ടിരിക്കും. ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് പോയി കണ്ടു ഞാൻ. അവിടെ എന്നിട്ടോ അച്ഛനെ അടി കിട്ടി, വണ്ടി ഇടിച്ച് വീണ് ആശുപത്രിയായി മരിക്കാറായെന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ജനം കൂടി. ആ കൂടി ജനങ്ങളെ പേര് പ്രതിയായി കേസെടുത്ത് ജാമ്യമില്ല. അവർ ഹൈക്കോടതി ജാമ്യം എടുത്ത് നടക്കുക. ഈ പിള്ളേരുടെ കേസൊക്കെ എടുത്ത് കളഞ്ഞപ്പോൾ 27 പേരെ വെറുതെ വിട്ടെന്ന മന്ത്രി വാസവം പ്രഖ്യാപിച്ചു. ശരി, എന്നാൽ
ആ ഓടിക്കൂടി ക്രിസ്ത്യാനിയും കേസും വെറുതെ വിടണ്ടേ, അത് ഹൈക്കോടതി നിൽക്കുക. ഇതുകൊണ്ട് നാണം കെട്ട രാഷ്ട്രീയം ചെയ്തിട്ടാണ് ഇവിടെ മണിപ്പൂർ എന്ന് പറയുന്നത്. ഒരു മണിപ്പൂരും ഇല്ല. ചോദിച്ചോ ഇനി എന്താണെങ്കിലും പറയാം. അതായത് മണിപ്പൂർ എന്ന് പറയുന്ന ആ പ്രദേശത്ത് നേരത്തെ നാഗാലാൻഡിൽ നിന്ന് ആളുകളുടെ പ്രവേശനം ഉണ്ടായിരുന്നു, നാഗന്മാരുമായിട്ട് തർക്കം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ കേന്ദ്രത്തെ അമിത്ഷാ എന്ന പ്രതിരോധ ആഭ്യന്തരമന്ത്രി നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. അവിടെ കുക്കികളുമായി സംസാരിച്ചു. പക്ഷേ കുക്കികളെ അങ്ങനെ സംസാരിക്കാൻ കിട്ടുന്നവരല്ല, അവർ വനവാസികളാണ്. അവരുമായിട്ട് ചില ബന്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മൈതൈ വിഭാഗമായിട്ട് സംസാരിച്ചു. ചർച്ചകൾ നടക്കുകയാണ്. എന്നാലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവർക്ക് എല്ലാവിധ ആയുധങ്ങളും ഈ രണ്ട് കൂട്ടടിയിലുമുണ്ട്. ആയുധം കൊടുക്കുന്നവരാ ബർമ്മ വഴി ചൈന കൊടുക്കുന്നതാണ്. ഇതെല്ലാം തെളിഞ്ഞ സംഘമാണ്. മൈതയുടെ ആയുധങ്ങളും കുക്കിയുടെ ആയുധങ്ങളും എല്ലാം ചൈനയുടെ പോവാം. അപ്പം ഈ രാജ്യത്തെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കക്ഷികളുടേതാണെന്ന് അർത്ഥം. സിമ്പിളായിട്ട് പറയാണ്, പ്രധാനമന്ത്രിക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പോയില്ല, അത്രേ ഉള്ളൂ.